പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തിനിൽക്കെ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വൻ മിസൈൽ ആക്രമണം. കുവൈത്തിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പുതിയ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം കുവൈത്തിലെ അമേരിക്കൻ സേനയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നിന് നേരെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ സൈനിക താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ യു.എസ്. സൈനികർക്ക് താവളത്തിൽ വെച്ചുതന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയതായാണ് വിവരം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതിനും ഇറാനുമായുള്ള യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അന്തിമ കരാറിനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തികളിലെ പ്രകോപനങ്ങളാണ് ഇറാനെ വീണ്ടും മിസൈൽ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനുമായി ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്ന നയതന്ത്ര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കുവൈത്തിലെ യു.എസ്. താവളത്തിന് നേരെ നേരിട്ട് ആക്രമണം ഉണ്ടായതോടെ ചർച്ചകളുടെ ഭാവി കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ സമാധാന കരാറിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ ഈ പുതിയ മിസൈൽ വർഷത്തോടെ പശ്ചിമേഷ്യൻ മേഖലയിലും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും വീണ്ടും കനത്ത അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് യു.എസ്. പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണോ കുവൈറ്റ് സർക്കാരോ ഔദ്യോഗിക പ്രതികരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല.